മലപ്പുറം എടരിക്കോട് പഞ്ചായത്ത്, പുതുപ്പറമ്പ്, തൃശൂർ ജില്ലയിലെ ചാവക്കാട് എന്നിവിടങ്ങളിൽ 1999 വരെ പള്ളി ദർസിൽ പഠിക്കുകയും KNM മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി 1999 ഇറക്കിയ ലഘുലേഖയിലെ പരാമർശമായ മൗലിദിന്റെ അർത്ഥശൂന്യതയിൽ മനസ്സിലാക്കി ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്ന ഫൈസൽ മുസ്ലിയാർ. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ ഇസ്ലാഹി പണ്ഡിതരെ, സഹോദരി സഹോദരന്മാരെ, എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റവാക്കിൽ പറയുവാനുള്ള മറുപടി സത്യം തുറന്നു പറയണമെന്ന അതിയായ താല്പര്യം കൊണ്ടാണ് എന്നാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്. വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ പണ്ഡിതന്മാർ തിങ്ങി നിൽക്കുന്ന നാട്ടിലോ ഒരു പണ്ഡിത കുടുംബത്തിലോ ജനിച്ചു വളരുകയും അതിന്റെ പ്രബോധനവും പ്രചാരകനുമായിക്കൊണ്ട് സജീവമായ സംഘടനാ പ്രവർത്തനങ്ങളുമായി സുന്നി വേദികളിൽ, സുന്നി രംഗങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. സൂചിപ്പിക്കപ്പെട്ടതുപോലെ മലപ്പുറം ജില്ലയിലെ എടരിക്കോട് പഞ്ചായത്തിൽ പുതുപ്പറമ്പ് എന്നറിയപ്പെടുന്ന പുതുപ്പറമ്പ് എന്ന മുമ്പ് കാലത്ത് വാളക്കുളം എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു ഗ്രാമം, ഒരുപാട് പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ, സമസ്തയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾക്ക് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന, സമസ്തയുടെ ഒന്നാമത്തെ മദ്രസ നിലകൊള്ളുന്ന പുതുപ്പറമ്പിൽ സാമ്പത്തികമായും തറവാടുപരമായും വൈജ്ഞാനികമായും ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിക്കുന്നത്. എന്റെ പിതാവ് പട്ടിക്കാട് ജാമ്യാനുലിയയിൽ നിന്നു ഒന്നാമത്തെ ബാച്ചിൽ ഫൈസി ബിരുദം വാങ്ങിക്കൊണ്ടു പുറത്തിറങ്ങുകയും ദീർഘമായ 36 വർഷക്കാലം മുദരിസായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തയാളാണ്. ഇന്ന് സംഘടനമെന്ന് പറയട്ടെ, അദ്ദേഹം ജോലി ചെയ്യുന്നത് മമ്പുറം മഖാമിലെ ആ ജാളത്തിങ്ങിലെ ഏറ്റവും വലിയ അവിടുത്തെ കാർമ്മികനായിക്കൊണ്ട്, അഥവാ അതിന് പറയേണ്ടുന്ന പദമതല്ല, പക്ഷേ പിതാവ് പറയുന്നത് നീ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ശരി പൂജാരി എന്ന് പറയരുത് എന്ന. അതുകൊണ്ട് ഞാൻ ആ പദം ഉപയോഗിക്കുന്നില്ല. ആ രീതിയിലാണ്, അങ്ങനെയുള്ള കുടുംബത്തിലാണ് ഞാൻ ജനിക്കുന്നത്. എന്റെ ജ്യേഷ്ഠനാണെങ്കിലോ ജമാഅത്ത് ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയിൽ നിന്നു ഒന്നാമത്തെ ബാച്ചിൽ തന്നെ ഹുദവി ബിരുദം വാങ്ങി പുറത്തിറങ്ങിയ മനുഷ്യനാണ്. മറ്റു 2 ജ്യേഷ്ഠന്മാരോ മുസ്ലിയാക്കന്മാരെ ജോലി ചെയ്യുന്നതിനിടയിൽ വിദേശത്തേക്ക് ജോലി ആവശ്യത്തും പോയതിനാൽ ഇന്ന് ആ ഫീൽഡ് വിട്ടുകൊണ്ട് മറ്റൊരു ഫീൽഡിൽ പ്രവർത്തിക്കുന്നുവെന്ന് മാത്രം. ഇങ്ങനെ എല്ലാ നിലക്കും നാട്ടിലോ മുൻപന്തിയിൽ നിൽക്കുന്ന കുടുംബത്തിൽ ജനിച്ചതിനാൽ ആ ഒരു ആവേശം ഉൾക്കൊണ്ട് തന്നെയായിരുന്നു വളരെ ചെറുപ്പം മുതലേ സുന്നി പ്രസ്ഥാനത്തിലോ പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നത്. അന്ന് മുജാഹിദ് എന്ന് കേട്ടാൽ, ജമാഅത്ത് എന്ന് കേട്ടാൽ അറുപ്പോടെ വെറുപ്പോടെ, എത്രത്തോളം എന്ന് വെച്ചാൽ ഞാനെന്ന് പറയാറുള്ളത് കാഫിറായാലും ശരി മുജാഹിദാവാൻ ഞാനില്ല എന്നായിരുന്നു. എത്രയോ മുജാഹിദ് പ്രവർത്തകരെ മുഖത്ത് നോക്കിയിട്ട് എടാ നീ കാഫിറാണെന്ന്, നീ ഇബ്ലീസാണെന്ന് നേർക്ക് നേരെ പറഞ്ഞ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ധാരാളമുണ്ട്. മുജാഹിദായ മനുഷ്യനെ നമസ്കാരത്തിന് തുടർന്ന് നമസ്കരിച്ചു എന്നതിന്റെ പേരിൽ മാത്രം എന്റെ സഹപാഠിയായ, എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായിരുന്ന എന്റെ കൂടെയുള്ള മുസ്ലിയാര് അദ്ദേഹവുമായി 4 ദിവസം പിണങ്ങി നിൽക്കപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർത്തുപോകുന്നത് ആ കാലത്ത് വേങ്ങരക്കടുത്തുള്ള അച്ചനമ്പരം എന്ന സ്ഥലത്ത് ഒരു മുജാഹിദ് പള്ളിയിൽ അറിയാതെ ജുമുഅക്ക് പെട്ടുപോവുകയാണ്. അന്ന് ഇതേ വേഷവും കൂടെ തലയിലൊരു തൊപ്പിയും ആ തൊപ്പിക്ക് മീതെ തലപ്പാവും തോളിൽ ടവലും കൂടെ ഇട്ടുകൊണ്ടായിരുന്നു ഞാൻ ആ പള്ളിയിൽ കയറിയുന്നത്. എന്റെ കൂടെ ഹുദവിയായ ജ്യേഷ്ഠനുണ്ട്, മറ്റു 2 ജ്യേഷ്ഠന്മാരുണ്ട്, എളാപ്പയുണ്ട്. ഇങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ഒരു യാത്ര മധ്യയാണ് മുജാഹിദ് പള്ളിയിൽ കയറാൻ ഇടവരുന്നത്. മുജാഹിദ് പള്ളിയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ ജ്യേഷ്ഠന് അറിയാം. അദ്ദേഹം എന്നെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് കയറ്റിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് വളരെ ലളിതമായ വേഷത്തിനു, അഥവാ ഒരു വെള്ളത്തുണിയും കുപ്പായവും ഇട്ടു തലയിലിട്ട പോലെ മാത്രമിട്ടു മിമ്പറിൽ കയറി
മലയാളത്തിൽ പ്രസംഗിക്കുന്ന ഒരു മനുഷ്യനെയാണ്. അതുവരെ കണ്ട് പരിചയമുള്ളത് ഒരുപാട് വേഷവിധാനങ്ങളോടുകൂടി ആ മിമ്പറിലേക്ക് കയറിയിട്ട് അറബിയിൽ ഖുത്ബ നിർവഹിക്കുന്ന ഖതീബുമാരെ കണ്ട് ശീലിച്ച എനിക്ക് ഇതൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അന്ന് കൂടെയുള്ള ഓരോരുത്തരോട് ഞാൻ ചോദിച്ചു, ഇറങ്ങിപ്പോകുകയല്ലേ, തയ്യാറുണ്ടോ ചോദിച്ചപ്പോ എന്റെ ജ്യേഷ്ഠന്മാരും എളാപ്പയും അടക്കം പറഞ്ഞത്, എടാ കയറിപ്പോയില്ലേ, ഇനിങ്ങനെ ഇറങ്ങിപ്പോവാന്ന്. ഏതായാലും സുന്നത്ത് ജമാഅത്തിന് ആവേശം ഉൾക്കൊണ്ട എനിക്ക് അവിടെ ഇരിക്കാൻ സാധിച്ചില്ല. ഞാൻ അവസാനം തീരുമാനിക്കുന്നത് രണ്ടാമത്തെ ഖുത്ബ അറബിയിലാണെങ്കിൽ ഇവിടെ ഇരിക്കാം, അതല്ലെങ്കിൽ ഇരിക്കുന്ന പ്രശ്നമില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് കാത്തിരിക്കുകയാണ്. രണ്ടാമത്തെ ഖുത്ബക്ക് ഖതീബ് കയറിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോ എന്റെ മനസ്സിലും അൽഹംദുലില്ലാ ഇത് അറബിയിൽ തന്നെയാണ് എന്ന വിചാരമാ. പക്ഷെ അതങ്ങ് കഴിഞ്ഞു ഇയാൾ വീണ്ടും തുടങ്ങി മലയാളത്തിൽ. ഇത് കേട്ടു ഏകദേശം 3-4 മിനിറ്റ് കൊണ്ട് രണ്ടാമത്തെ ഖുത്ബ കഴിഞ്ഞു ഇഖാമത്ത് വിളിക്കുകയും ചെയ്തു. പിന്നെ ആലോചിച്ചു നിന്നില്ല, അവിടെ ജുമുഅക്ക് കൂടാതെ ഇറങ്ങിപ്പോന്നിട്ട് വീട്ടിൽ വന്ന് ളുഹ്ർ നമസ്കരിക്കുകയാണ് ചെയ്തത്. പിന്നീട് അൽഹംദുലില്ലാ അതേ പള്ളിയിൽ പോയി 2 ഖുത്ബ നിർവഹിക്കാനുള്ള അവസരം പടച്ചറബിനിക്ക് നൽകുകയുണ്ടായി. പറഞ്ഞു വന്നത് അന്ന് മുജാഹിദ് എന്ന് കേട്ടാൽ, മുജാഹിദ് പ്രസ്ഥാനം എന്ന് കേട്ടാൽ അങ്ങേയറ്റം തെറ്റിദ്ധാരണയോടുകൂടി നടന്നിരുന്ന ഒരു കാലമായിരുന്നു. പക്ഷേ സാധാരണ മുസ്ലിയാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായി അന്നും സത്യത്തിന്റെ കൂടെ നിൽക്കണമെന്ന താല്പര്യമായിരുന്നു ആ ഫീൽഡിൽ ഇറങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചത്. അതല്ലാതെ ഇതുമൂലം വരുമാനം ഉണ്ടാക്കണമെന്നോ, ഇതുമൂലം സമൂഹത്തെ പറ്റിക്കണമെന്നോ, ഇതുമൂലം എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾ നേടണമെന്നോ താല്പര്യമില്ലാതെ. കാരണം ഞാൻ സൂചിപ്പിച്ചല്ലോ, സാമ്പത്തികമായി വളരെയധികം ഉയർന്ന കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അതിന്റെ ആവശ്യമില്ലായിരുന്നു. സമൂഹത്തിന്റെ പണം എനിക്ക് ആവശ്യമില്ലായിരുന്നു ജീവിക്കാനോ. ധാരാളം സമ്പാദ്യങ്ങളോ പിതാവിന് തന്നെ ഉണ്ടായതുകൊണ്ട് അതിന്റെ ആവശ്യമില്ലാതെ ആത്മാർത്ഥമായി തന്നെ മാലകളും മൗലീദുകളും ഖുതുബിയത്തുകളും ഒക്കെയായി കഴിഞ്ഞുകൂടുന്നതിനിടെയാണ് സൂചിപ്പിക്കപ്പെട്ടതുപോലെ KNM മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി വെക്കുന്ന ജന്മദിനാഘോഷം ഇസ്ലാമികമോ എന്ന ലഘുലേഖന്റെ മുമ്പിൽ വന്നുപെടുന്നത്. അന്ന് നാട്ടിലെ തന്നെ പള്ളിയിലോ നാട്ടിലെ തന്നെ മദ്രസയിലോ അതുമായി ബന്ധപ്പെട്ട റബീഉൽ അവ്വൽ പരിപാടികളെല്ലാം വളരെ സജീവമായി പങ്കെടുക്കുകയും എന്റെ കൂടെയുള്ള 2 മുസ്ലിയാക്കന്മാര്, കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാർ, മുഹമ്മദ് മുസ്ലിയാർ, ഞങ്ങൾ 3 ആളും കൂടെ ഒന്നിച്ചാണ് അന്ന് റബീഉൽ അവ്വലുമായി ബന്ധപ്പെടുന്ന എല്ലാ ഏർപ്പാടിനും മുമ്പിൽ ഇറങ്ങാറുണ്ടായിരുന്നത്. ദഫ് സ്കൗട്ട് തുടങ്ങിയ എല്ലാവിധ ഏർപ്പാടുകളും അതിന്റെ അധ്യാപകരായി കൂട്ടത്തിൽ നടക്കുന്നതിനിടയിലാണ് ഈ ലഘുലേഖ കണ്ണിൽപ്പെടുന്നത്. ആ ലഘുലേഖയിൽ മൗലിദിലെ ഏതാനും വരികൾ എടുത്തു ധരിച്ചുകൊണ്ട് അതിനെ വിമർശിക്കുമ്പോൾ ആദ്യമൊക്കെ വിമർശന ബുദ്ധിയോടെയാണ് അത് വായിച്ചതെങ്കിൽ അതിങ്ങനെ വായിച്ചു പോകുമ്പോൾ അതിനിടയിൽ കാണുന്നത് ശറഫുൽ അനാം മൗലിദിലെ അഷ്റഖ ബൈത്തിലെ 11ാമത്തെ വരി, അഥവാ നമ്മുടെ നാട്ടിലൊക്കെ ഈ മാസം വളരെ കൂടുതലായി ആരംഭിക്കപ്പെട്ട വരിയുണ്ടല്ലോ, അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ വഫീർ ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീർ നദീർ ഫഅഗ്നി വഅജ്ർനി യാ മുജീർ മിനസ് സഈർ യാ ഗിയാസി യാ മലാഗി ഫീ മുലിമാത്തിൽ ഉമൂർ. ഈ വരി അങ്ങ് വായിക്കുമ്പോ എന്താ അർത്ഥം? ഞാൻ ചുരുക്കി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളുടെ സാധുവായ അടിമയില താങ്കളുടെ ഔദാര്യം കാംക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അതിനാൽ എന്നെ സഹായിക്കണമേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന പ്രവാചക എന്നെ താങ്കൾ രക്ഷപ്പെടുത്തേണമേ എന്നർത്ഥം വരുന്ന ഈ വരികൾ കൊടുത്തിട്ട് ഇതേക്കുറിച്ച് അതിന് ചോദ്യം ചോദിക്കുകയാണ്, ഇത് ഇസ്ലാമികമാകുമോ എന്നുള്ളത്. ഇത് എന്റെ മനസ്സിൽ തറക്കുകയാണ്. ഇത് ശരിയാണല്ലോ, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പ്രവാചകരെ താങ്കളുടെ അടിമ എന്ന് പറയുന്നത് ഇസ്ലാമിക ദൃഷ്ടി തെറ്റാണെന്ന് എന്റെ മനസ്സിൽ തോന്നുകയും എന്നാലും മൗലിദാണല്ലോ എന്ന് കരുതി സമാധാനിക്കുകയും ചെയ്തുവെങ്കിലും രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അങ്ങനെ ആ മൗലിദിനോടുള്ള അമിതമായ സ്നേഹം നഷ്ടപ്പെടാൻ ഇടയാകുകയും പിന്നീട് ഇതിനുള്ള പോംവഴി എന്താണെന്ന് ആലോചിക്കുകയുമാണ് ചെയ്യുന്നത്. അതിനിടയിലാണ് പിന്നെ മനസ്സിലേക്ക് വരുന്നത്, ഏതായിരുന്നാലും മൗലിദ് പ്രവാചന കാലത്തുള്ളതല്ലോ, അത് പിന്നീട് പലരും ഉണ്ടാക്കിയതാണല്ലോ എന്ന് കരുതി നമ്മളതങ്ങ് ശരിയാക്കിയാൽ മതി എന്നാ പിന്നെ വിചാരിച്ചത്. ഉണ്ടാക്കിയ ആൾക്ക് തെറ്റുപറ്റിയെങ്കിൽ നമ്മൾ ശരിയാക്കിയാൽ മതിയല്ലോ. അങ്ങനെ ശരിയാക്കാൻ ശ്രമമായി. പിന്നീട് മൗലിദിന് പോകുമ്പോൾ ഞാനവിടെ മാറ്റി ചൊല്ലാൻ തുടങ്ങി, അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ വഫീർ ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ഗഫൂറു യാ റഹീം യാ ബശീറു യാ നദീർ എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ 2 വിശേഷണങ്ങളും അത് മാറ്റിവെച്ചിട്ട് പകരം യാ ഗഫൂറു യാ റഹീം എന്ന് ഗഫൂറും റഹീമുമായവനെ എന്ന് വിളിച്ചുകൊണ്ട് ഈ അബ്ദുക എന്ന പ്രയോഗം അള്ളാഹുവിനോടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പിന്നീട് ഞാൻ ചെയ്തത്. പിന്നെ മൗലിദിന് പോകുമ്പോൾ അങ്ങനെയാ ചൊല്ലാറുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെയാണെങ്കിലും മനസ്സിൽ സംശയം, സംഗതി ഒരു വരിയാണെങ്കിലും വഹാബികൾ പറയുന്നിടത്തുണ്ടല്ലോ, അപ്പൊ ഇനിയും അങ്ങനെ ഉണ്ടാകുമോ? അങ്ങനെ പിന്നീട് വൈകുന്നേരം വീടുകളിൽ വന്നാൽ മൗലിദിന്റെ കിതാബെടുത്തു അതിങ്ങനെ തലയ്ക്കുന്ന പരിശോധിക്കലായി പണി. പരിശോധിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. 4 വഴി താഴോട്ടങ്ങ് പോയാൽ അവിടെ കാണാം
ഖത്തുയാ ജദ്ദൽ ഹുസൈൻ, ഹുസൈൻ എന്നവരുടെ പിതാമഹ എന്ന. ഹുസൈൻ എന്നവരുടെ പിതാമഹൻ പ്രവാചകനാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ആ പ്രവാചകനെ വിളിച്ചുകൊണ്ടാണ് യാ ഗഫൂറു യാ റഹീം എന്ന് വിളിക്കുന്നത് എന്നാലോചിച്ചപ്പോൾ അതിലും വലിയ ബേജാറ്. ഏതായാലും ശരി, ആ വരി അങ്ങ് വേണ്ടെന്ന് വെച്ചു. കൂട്ടത്തിൽ പറയട്ടെ, എന്റെ കൂടെ ഞാൻ സൂചിപ്പിച്ചിരുന്ന ആ രണ്ട് മുസ്ലിയാക്കന്മാരും ഈ ആശയം ഉൾക്കൊള്ളുകയും അവരും ഇങ്ങനെ ഈ ഒരു ഇതിൽ കുടുങ്ങിയിട്ട് മൗലിദിനൊക്കെ പോകുമ്പോൾ പിന്നെ ഇങ്ങനെ പിറകോട്ട് മാറാൻ തുടങ്ങി. പിറകോട്ട് മാറി നിൽക്കുക, ചെല്ലാൻ പറഞ്ഞാൽ ചെല്ലുന്നില്ല. ഇങ്ങനെയുള്ള സംശയങ്ങളായപ്പോൾ അവിടുത്തെ ശാഖ SSF ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി, ഞങ്ങൾ സംശയം അകറ്റാൻ വേണ്ടി ഒരു മതപഠന ക്ലാസ് സംഘടിപ്പിക്കുകയാണ്. സെൻസിംഗിന് ചീഫ് എഡിറ്റർ അഡ്വക്കേറ്റ് AK ഇസ്മായിൽ വഫ വന്നിട്ട് ക്ലാസ് എടുക്കുകയും ആ ക്ലാസിന് ശേഷം ഇസ്മായിൽ വഫയുമായി പുതുപ്പറമ്പിലെ SSFന്റെ ഓഫീസിൽ വെച്ച് 1 മണിക്കൂറോളം ചർച്ച ചെയ്യുകയും ചെയ്തപ്പോൾ ആ ചർച്ചയിൽ നിന്നും എനിക്ക് ബോധ്യപ്പെട്ടു മുജാഹിദ് പ്രസ്ഥാനമാണ് ശരി എന്നുള്ളത്. അഥവാ എന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചത് മൗലിദാണെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ എന്നെ ഉറപ്പിച്ചത് AK ഇസ്മായിൽ വഫയാണ്. 1 മണിക്കൂർ നേരം അയാളുമായി നടത്തിയ ചർച്ചയിൽ അയാൾ എനിക്ക് ബോധ്യപ്പെടുത്തുന്നു ഇതാണ് ശരി. അവസാനം അയാൾ പറഞ്ഞത്, നിങ്ങൾ പക്ഷേ എന്നെക്കാൾ ഓതിയിട്ടുണ്ടാവുന്ന, എനിക്ക് മിസ്കാത്ത് വരെ ഓതിയ ഇൽമേ ഉള്ളൂ, ശേഷം ഞാൻ പുസ്തകം വായിച്ച ഇൽമാണ്, നിങ്ങൾ പക്ഷേ എന്നെക്കാളും ഓതിയിട്ടുണ്ടാവാം. അതുകൊണ്ട് നിങ്ങളുടെ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ഞാൻ തയ്യാറല്ല എന്ന്. ഞാൻ ചോദിച്ച ചോദ്യം, ഇയാളുടെ പ്രസംഗത്തിൽ ഇയാൾ പറഞ്ഞിരുന്നു മുജാഹിദിനെ തുടരാൻ പാടില്ല, കാരണം മുജാഹിദിന്റെ നമസ്കാരത്തിന് ഷർത്തും ഫർളുമില്ല എന്ന്. അപ്പൊ ഞാൻ ചിന്തിച്ചു, നമ്മൾ മദ്രസയിൽ പഠിച്ചത് 14 ഫർളാണ്. ഫാത്തിഹ, റുക്കൂ, സുജൂദ് തുടങ്ങിയ 14 ഫർളാണ് പഠിച്ചത്. ആ ഫർള് മുജാഹിദിന് ഇല്ല എന്നാണ് അയാൾ പറഞ്ഞത്. അതേതായാലും ശരിയല്ല. അപ്പൊ തന്നെ അയാളുടെ ഒരു മാനസികമായ അകൽച്ച തോന്നി. ഞാൻ വെറുതെ എഴുതി കൊടുത്തു, ഇങ്ങനെയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ 2 വിഭാഗം സുന്നികൾ പരസ്പരം തുഴയാതിരിക്കുന്നുണ്ട്, ഇതിന് വല്ല കാരണവുമുണ്ടോ എന്ന. അതിന്റെ പേരിലാണ് 1 മണിക്കൂറോളം ചർച്ച നടന്നത്. അവസാനം അയാൾ പറഞ്ഞത്, ഞാൻ മിസ്കാത്ത് വരെ ഓതിയിട്ടുള്ളൂ, അത് എനിക്ക് വിശദമായി പറയാൻ സാധ്യമല്ല, ഒറ്റവാക്കി ഉത്തരം പറയാനുള്ള ചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാമെന്ന്. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അത്യാവശ്യം വിവരമുണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത്, വിവരമില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് ചോദിക്കാൻ ചോദ്യമില്ല എന്നും പറഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോരുക ചെയ്തത്. അതോടുകൂടി പിന്നെ അവിടുത്തെ AP വിഭാഗത്തിന് അത് വലിയ തിരിച്ചടിയായി മാറി. EK വിഭാഗം ഇത് പ്രചരിപ്പിക്കുകയും ഇവിടെ വലിയ നേതാവ് വന്നിട്ട് ഒന്നുമല്ലാത്ത ഒരു ചെറുക്കന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പതറിപ്പോയി എന്ന് EK വിഭാഗം പ്രചരിപ്പിച്ചപ്പോൾ പിന്നെ AP വിഭാഗത്തിന് ശ്രമം എന്റെ പിതാവിനെ എനിക്കെതിരെ തിരിക്കാനായിരുന്നു. പിതാവിന് അഡ്രസ്സില്ലാത്ത കത്തുകളും അതുപോലെ വിവരങ്ങളുമൊക്കെ ഇവിടുന്നുമൊക്കെ ആയിട്ട് നൽകുകയും അങ്ങനെ പിതാവിനെ ദേഷ്യം പിടിപ്പിച്ചിട്ട് എന്നെ പുകച്ച് പുറത്തു ചാടിക്കാനുള്ള ശ്രമമാണ് പിന്നീട് നടക്കുന്നത്. പിതാവിനോട് പറഞ്ഞു, നീ മുജാഹിദിന്റെ അഖീദയിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിലോ നമ്മൾ തമ്മിൽ ഇനി ബന്ധമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല വാപ്പ, എനിക്ക് മുജാഹിദിന്റെ അഖീദ ഇല്ല, ഞാനിപ്പോഴും സുന്നിയാണ്, മുജാഹിദിന്റെ അഖീദ എന്താണ് എന്ന് താങ്കൾ പറഞ്ഞു വരികയാണെങ്കിൽ ഞാൻ മാറാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനൊന്നും തയ്യാറില്ലാതെ, ഈ നിലപാടാണെങ്കിൽ നമ്മൾ തമ്മിൽ ഇനി ബന്ധമില്ല, നിനക്കെന്നെ കാണാൻ, എന്നെ തൊടാൻ, മരിച്ചാൽ മയ്യത്ത് പോലും കാണാൻ എനിക്ക് സമ്മതമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് പ്രഖ്യാപിച്ചപ്പോ, ശരി വാപ്പ, ഉമ്മയും വാപ്പയും ഇല്ലെങ്കിൽ എനിക്ക് അള്ളാഹു ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോ, നിനക്ക് അള്ളാഹു ഉണ്ടാകുമ്പോൾ നിനക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് വാപ്പ പുറത്താക്കിയപ്പോ 3.5 വർഷമായി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. വാപ്പയുമായി യാതൊരു ബന്ധവുമില്ലാതെ ഇന്ന് വാപ്പ ഇല്ലാത്ത സമയത്ത് വീട്ടിൽ കയറി ഉമ്മയെ കണ്ടുപോഴുന്നുവെന്നല്ലാണ്ട്, എന്നാലും ശരി ഈ സത്യം തുറന്നു പറയാൻ അവസരമുണ്ട്, അതിനുള്ള ഒരു ഭാഗ്യമുണ്ടെന്നതിനാൽ അങ്ങേയറ്റം സംതൃപ്തനാണ്. ഞാനവിടെ SKSFന്റെ പ്രവർത്തകരെ വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ SKSFിലേക്ക് തിരിച്ചു വരാം, തയ്യാറാണ്. ഒറ്റ കാര്യം, ആരാധന എന്ന് വിളിക്കാവുന്ന, ഇബാദത്ത് എന്ന് വിളിക്കാവുന്ന കാര്യങ്ങളൊക്കെയും പടച്ചതമ്പുരാന് മാത്രമേ ആകാവൂ എന്ന് പ്രസംഗിക്കാൻ, അത് പ്രഖ്യാപിക്കാൻ അവസരം നൽകുമെങ്കിൽ ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞപ്പോ അതല്പം പ്രയാസമാണ് എന്നാണ് SKSFന്റെ പ്രവർത്തകർ പോലും അന്ന് എനിക്ക് മറുപടി നൽകിയത്. ഇബാദത്ത് എന്ന് വിളിക്കാവുന്ന കാര്യങ്ങൾ പടച്ചറബിന് മാത്രമേ ആകാവൂ എന്ന് പ്രഖ്യാപിക്കാൻ പറഞ്ഞാൽ അത് പ്രയാസമാണെങ്കിൽ എനിക്ക് ആ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ സാധ്യമല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിപ്പോന്നുവെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അന്ന് 4 or 5 പ്രവർത്തകർ മാത്രമുണ്ടായ അന്നാട്ടിന് എനിക്ക് ഒരു പള്ളി നിർമ്മിക്കാൻ, ഒരു മദ്രസ സ്ഥാപിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുകയാണ്. അങ്ങനെ പള്ളിയും മദ്രസയും സ്ഥാപിച്ചു. ഇന്നവിടെ ഖതീബായി സേവനം അനുഷ്ഠിക്കുന്നു 100ഓളം ആളുകൾ ജുമുഅയ്ക്ക് പങ്കെടുക്കുന്ന നല്ലൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് ആ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇനിയും മാറ്റാനുള്ള അവസരം നൽകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സമയമില്ലാത്തതിനാൽ ഇനിയും ആളുകളുണ്ടായതിനാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സത്യം
വ്യക്തമായി ബോധ്യപ്പെടുകയും അത് പ്രചരിപ്പിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യാനുള്ള അവസരം അത് തൗഫീഖ് പടച്ചറബ് നമുക്ക് മാതാപിതാക്കൾക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് മാതാപിതാക്കൾക്കും പടച്ചറബ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസത്യം അസത്യമായി മനസ്സിലാക്കുകയും അത് തള്ളിക്കളയുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് മാതാപിതാക്കൾക്കും പടച്ചറബ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.